ഖുർആൻ ഖത്മ ചെയ്യുന്ന നേരത്തുള്ള ദുആ മഖ്ബൂലാകും എന്നാണ്. ചില പ്രത്യേകമായ സമയങ്ങളിലുള്ള ദുആ ഖബൂലായിരിക്കും, ഉത്തരം ഉറപ്പായിരിക്കും. അതുകൊണ്ടാണ് ഖത്മുൽ ഖുർആനിന്റെ സമയത്ത് ചെയ്യുന്ന ദുആ മഖ്ബൂലായിരിക്കും എന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് വ്യക്തിപരമായി അയാൾ ഓടിത്തീർക്കുന്ന ഒരു ഖത്മ്, സാധാരണ നമ്മൾ ഓടുന്ന ഖത്മുകളൊക്കെ തന്നെ ഖത്മ ചെയ്യുന്ന സമയത്ത് അയാളുടെ അഹ്ലു ബൈത്തിഹി, അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ച് കൂട്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അത് അദ്റാലിൽ ഇജാബ വ അദ്ആലിൽ ഇജാബ, അത് ഉത്തരത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. ദുആ ഖത്മ ചെയ്യുന്ന സമയത്തേക്ക് നേർച്ചയാക്കുക, അതിൽ ഭക്ഷണം കൊടുക്കുക, കൂടെ ഇരുന്ന് ഖത്മ ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. മസ്ഹൂറായ ഒരു സിഹർ ബാധിച്ച വ്യക്തിയെ 30 ആളുകൾ കൂടിയിരുന്ന് അല്ലെങ്കിൽ 60 ആളുകൾ കൂടിയിരുന്ന് അദ്ദേഹത്തെ നടുവിൽ ഇരുത്തിയിട്ട് ഖത്മിനെ അവർ ഓഹരി ചെയ്ത് ഖത്മ ചെയ്യുക എന്നത് അയാളിൽ ഉണ്ടാവുന്ന കണ്ണേറ്, സിഹർ പോലെയുള്ളത് നീങ്ങാൻ വളരെ നല്ലതാണ്. അത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണെങ്കിൽ വളരെ അഫ്ളലുമാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 30 ആളും കണ്ടിരിക്കുക, എന്നിട്ട് നടുവിൽ ഒരാളെ ഇരുത്തുക. അയാൾ മസ്ഹൂറാണ്, സിഹർ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കണ്ണ് ബാധിച്ചിട്ടുണ്ട്. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇന്നൽ ഐന ഹഖ്ഖുൻ യഅതി ബിഹ ശൈത്വാനു വഹസദു ബിനി ആദമ എന്ന ഹബീബായ റസൂൽ. ആൺകുട്ടിയാവുക പെൺകുട്ടിയാവുക ഇരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? പെണ്ണാണെങ്കിൽ അവര് ആ പെണ്ണിനെ കാണാൻ പറ്റുന്ന ആളുകളായിരിക്കണം ചെയ്യേണ്ടത്. അവളെ നടുവിലിരുത്തിയിട്ട് കുടുംബത്തിലെല്ലാ ആളുകളും കൂടി ഖത്മ ചെയ്യാം, ഖുർആൻ ഖത്മ ചെയ്യാം. ആണാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. ആണുങ്ങൾ ജുമാ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഒരു ജുസ് ഒരാൾ ഓടുക, നടുവിലിരുത്തുക, എന്നിട്ട് ആ ഓതുന്ന ആളുകളൊക്കെ നിയത്ത് ചെയ്യുക. ഇയാളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ പിശാചുണ്ടെങ്കിലോ ആ പിശാച് നീങ്ങിപ്പോകണമെന്ന് ഉറക്ക ഓടുക, മെല്ലെ ഓടരുത്, ഉറക്ക ഓടുക. അതൊക്കെ വളരെ നല്ലതാണ്. ബിസ്മിയുടെ അഡഡ് അനുസരിച്ച് ബിസ്മി ഒരു ദിവസം ഒരാൾ 786 ബിസ്മി ചൊല്ലി തീർത്താൽ ആ ദിവസം അയാൾക്ക് സിഹറോ കണ്ണേറോ ബാധിക്കുകയില്ല. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ ഒരു ദിവസം ചൊല്ലിയാൽ ആ ദിവസം അയാൾക്ക് കണ്ണേർ ബാധിക്കൂല, സിഹറും ബാധിക്കൂല, ശൈത്താനും ബാധിക്കൂല. മാത്രമല്ല അയാൾ ശൈത്താനിനോ മറ്റോ അന്ന് പ്രവർത്തിക്കാനും കഴിയില്ല. അവർ മക്സൂഫാവും, അവർക്ക് ഗ്രഹണം ബാധിച്ചതുപോലെയാവും. പക്ഷേ സിഹർ ബാധിച്ചാൽ, കണ്ണേർ ബാധിച്ചാൽ അങ്ങനെ ഒരു കാര്യം ദായിമായി ചെയ്യാൻ കഴിയില്ല, അത് നീക്കം ചെയ്യാതെ. ഇതൊരു മുജറബായ അമലാണ്. ഞാൻ ആദ്യം പറഞ്ഞ അമല്. ഏത് അമല്? വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരാളെ നടുവിലിരുത്തി അയാൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കണ്ണേർ ബാധിച്ചു സിഹർ ബാധിച്ചു പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ജുമാ നിസ്കാരം കഴിഞ്ഞ് മുന്നിലിരുത്തുക. പരിയിൽ വന്നിട്ട് മതി. എന്നിട്ട് ഖുർആൻ ഓടിയിട്ട് കൂടിയിരുന്ന് ദുആ ചെയ്താൽ അയാളിൽ എന്തെങ്കിലും അവലക്ഷണം ഉണ്ടെങ്കിൽ നീങ്ങിപ്പോകാൻ സബബാവും. 2-3 ജുമായൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട. ഞാനിവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, ഖത്മുൽ ഖുർആനിന്റെ ഫള് പറയാൻ വേണ്ടി പറഞ്ഞാൽ, ഖുർആന്റെ ഖത്മ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാണ്. ഒരു മുത്തദയ്യിനായ ഒരാള്, ദീനും സൂക്ഷ്മതയുമുള്ള ഒരാള് സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാരെ കൊണ്ട് ഒരു ജുസ് ഒരു ദിവസം ഓതിപ്പിക്കുക. 10 ആൾ ഓരോ ജുസ് എല്ലാ കൊണ്ടും ഓതിപ്പിക്കുക. ഒരാൾ അതിന് നേതൃത്വം നൽകുക, അയാൾ അതിൽപ്പെട്ട ആളുമാകുക. എന്നിട്ട് അറബി മാസത്തിന്റെ അവസാനം ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരാളായി കായ്മാകണം. അയാളത് നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടത്തണം. അതായത് ഇപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലത്തെ ഇന്നത്തെ പോലെ എല്ലാ ദിവസവും ഒരു ജുസ് ഓതിപ്പിക്കുക. അപ്പൊ ഓരോരുത്തരും ഒരു മാസത്തിൽ എന്തായി, ഒരു ഹത്തം തീർത്ത് 10 ആളാകുമ്പോ 10 ഹത്തായി, 30 ആളാകുമ്പോ 30 ഹത്തായി. അവസാനം ദുആ ചെയ്യാം എല്ലാവരും ഒരുമിച്ച് കൂട്ടി. അത് ഓൺലൈനിലാകരുത്, അത് ഓഫ്ലൈനിൽ അടുത്തിരുത്തിയിട്ട് ഒറ്റ ദുആ ഉത്തരം കിട്ടും. ഇത്തരം അമലുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു പണി ആർക്കും ഇല്ല, ഒരു അയ്മൊരു പ്രയാസമല്ല. വഫഅലു ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഖൈറിനെ ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞിട്ടുണ്ട്, വഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, വഫഅലുൽ ഖൈറ, നിങ്ങൾ ഖൈറിനെ പ്രവർത്തിക്കുക, ലഅല്ലകും തുഫ്ലിഹൂൻ,
അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅലുൽ ഖൈറ വഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഖുർആൻ ഖത്മ ചെയ്യുന്ന നേരത്ത് ആ സ്ഥലം ഭംഗിയാക്കുക, അലങ്കരിക്കുക, അതിൽ നല്ല സുഗന്ധമുള്ള വാസനയുള്ള സാധനങ്ങളെ പുകപ്പിക്കുക. അതൊക്കെയും വളരെ നല്ലതാണ്. ഖുർആൻ ഓതുന്ന പ്രധാനപ്പെട്ട ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട സമയമാണ് ബൈനൽ മഗ്രിബി വൽ ഇശാ ദായിമൻ. ബൈനൽ മഗ്രിബ് വൽ ഇശാ ദായിമൻ വീട്ടിൽ ബുഖൂർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ആ വീട്ടിൽ പിശാചിന് പ്രവേശിക്കാൻ കഴിയില്ല. ഇശാ മഗ്രിബിനിടെ ഖുർആൻ ഓതുക, ബുഖൂർ പോപ്പിക്കും ചെയ്യാം. ദായിമൻ ബുഖൂറിന്റെ ചട്ടി വാങ്ങണം, എപ്പോഴും ബുഖൂറിന്റെ ചട്ടി വാങ്ങണം. തിന്നാനുള്ള ചോറിന്റെ പാത്രം വാങ്ങും പോലെ ബുഖൂറിന്റെ ചട്ടി പോകണം. എന്തുകൊണ്ട്? ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ. ദുർഗന്ധം എന്നൊരു മലക്കുകൾക്ക് വെറുപ്പല്ലേ? അപ്പൊ സുഗന്ധം അവർക്ക് ഇഷ്ടല്ലേ? മലക്കുകൾക്ക് വെറുപ്പുള്ളത് ശൈത്താൻ ഇഷ്ടം, ലഅനത്തുല്ലാഹി അലൈഹിം. ശൈത്താന് ഇഷ്ടമുള്ളത് മലക്കുകൾക്ക് വെറുപ്പ്. അപ്പൊ ഒരു ബുഖൂറിന്റെ ചട്ടി വാങ്ങുക. കരണ്ടിനും പറ്റും, പക്ഷെ നിലനിൽക്കണം, കരണ്ടിന് പെട്ടെന്ന് നാശമാവും. എന്താണെങ്കിലും ഒരു സുഗന്ധം മഗ്രിബിന് നേരത്ത് പോപ്പിക്കണം. കഴിയുമെങ്കിൽ മുറികളിലൂടെ അത് മൊത്തം കൊണ്ടിടക്കണം. എന്തിന്? അത് അവിടെ ആ രാത്രി അവിടെ അതിൻ്റെ ഒരു അസർ ഉണ്ടാവണം. രാത്രി എന്നാൽ പിശാചുക്കളുടെ സമയമാണ്. അതുകൊണ്ടാണ് രാത്രി പിശാചുക്കളുടെ സമയമാണ്. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. എന്താ അതിനർത്ഥം? രാത്രിയുടെ ഇരുട്ടിന് കട്ടികൂടിയാൽ ഉണ്ടാകുന്ന ഷർറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ രാത്രി ഇരുട്ടിനിടയിൽ ഷെറ് നടക്കും. പകലിലുള്ള ഷെറിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നതിന് ആയത്തില്ല. രാത്രിയുടെ ഷെറിനെ തൊട്ട് ആയത്തുണ്ട്. 100 എന്നത് അള്ളാഹിന്റെ സിഫത്തും കൂടിയാണ്. 100 അള്ളാഹിന്റെ സൃഷ്ടിയാണ് പ്രകാശം. എന്നാൽ അള്ളാഹുവിന്റെ 100 എന്നത് അള്ളാഹിന്റെ ഇസ്മാ. നൂർ അന്നൂർ മിൻ അസ്മാ ഇല്ല. എന്നാൽ ഇരുട്ടി എന്ന ഒരു ഇസ്മ അള്ളാഹ്ക്ക് ഇല്ല. ഇരുട്ട് ദജ്ജാലിന്റെ ഇസ്മാ. അള്ളാഹു കാക്കട്ടെ. വീട്ടിൽ നിർബന്ധമായിട്ടും പുകപ്പിക്കണം മഗ്രിബോട് കൂടെ. ഇല്ല, നമ്മളൊരു ജീവിത ചിട്ടയാക്കി മാറ്റണം. എല്ലാവരും ചെയ്യണം. ചന്ദനത്തിരി പറ്റുമെന്ന് വെച്ചാൽ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചന്ദനത്തിരി കൂട്ടുണ്ടാകും നമുക്ക് അത്ര ഉറപ്പ് കിട്ടൂല, തെറ്റില്ല. പക്ഷേ അത് മേത്തരം ചന്ദനത്തിരി ആയിരിക്കണം. നല്ല ഉഷാറുള്ള ചന്ദനത്തിരി, ഒറിജിനൽ തന്നെ. പക്ഷെ നല്ലതെന്താ? ഒരു ബുഖൂറിന്റെ ചട്ടി വാങ്ങുക. ഉലുവാനല്ലേ? ആ ഉലുവാന് പറ്റും, കുന്തിരിക്കം പറ്റും, മുസ്തക്ക പറ്റും. 7 ദിവസം 7 എണ്ണം പോപ്പിക്കാം. ഏതായാലും വീട്ടിൽ ഒരു സുഗന്ധം പോപ്പിക്കണം വൈകുന്നേരം. അത് മഗ്രിബിന് മുമ്പ് തന്നെ അങ്ങനെ കൊണ്ടുനടന്ന് പിന്നെ ആ ചട്ടി ഒരു പ്രധാനപ്പെട്ട അടുത്ത് വെച്ചാൽ മതി. അങ്ങനെ കത്തിക്കോളും. പിന്നെ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാം. മഗ്രിബിന് മുമ്പ് ചെയ്യണം. വേറെ പല മതക്കാർ മഗ്രിബിന് മുമ്പ് തിരി കത്തിച്ചു വെക്കും. നമ്മൾ തിരി കത്തിച്ചേക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? പോപ്പിക്കുക. ഏത് പോപ്പിക്കല്? പുകക്കല്ല പ്രത്യേകത. പിന്നെന്തിനാ? സുഗന്ധത്തിന്. പുകക്കല്ല പ്രത്യേകത. എന്തിനാണ്? സുഗന്ധത്തിന്. ആ സുഗന്ധം ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ, പിന്നെ ശൈത്താന് പണിയെടുക്കാൻ കഴിയില്ല. അത് സ്ഥിരമായി അവിടെ നടക്കുകയാണ്. പിന്നെ അവിടെ വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞമ്മക്ക് ഇവിടെ പറ്റൂലായിരുന്നു. ഇവിടെ വൈകുന്നേരം നമ്മളെ പണിയൊന്നും ഇവിടെ നടക്കൂല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മക്ക് നമ്മളെ സ്ഥലത്ത് എത്തിപ്പെട്ടു, നമ്മളൊരു കാര്യം അവിടെ നടക്കൂലെങ്കിൽ നമ്മളോട് പോകില്ല. പിന്നെ ഒരാളെ നമ്മൾ വിളിച്ചാൽ തന്നെ നമ്മളെ ഔറാദും കിക്കറൊന്നും അവിടെ ശരിയാവില്ല. വൈകുന്നേരം അവനൂടെ ടിവിയും ഒച്ചയും പുളിയും പാട്ടും തുടങ്ങി അവിടെ നമുക്ക് ശരിയാവില്ല. അമ്മായിന്റെ പേരിൽ ചെന്ന് വിരുന്നപ്പോൾ അത് കണ്ടാൽ അന്ന് എങ്ങനെയോ ഒപ്പിക്കും. പിന്നെ വിരുന്നിന് പോകില്ല. ആളുകൾ കുട്ടികൾ വിളിച്ചാലും ആവൂല. നമ്മളെ പണിയൊന്നും അവിടെ നടക്കൂല. ഇത് ചെയ്ത്താനുണ്ടാവും. നമ്മളവിടെ വീട്ടിൽ സുഗന്ധം ഉപയോഗിക്കാത്ത ഒരു രാത്രി ഉണ്ടായത്. എല്ലാ രാത്രിയിലും സുഗന്ധം ഉപയോഗിക്കണം. എല്ലാത്തിനും സുഗന്ധം ഉപയോഗിക്കാന സുഗന്ധത്തിന്, ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തിന് ചെലവാക്കിയതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ ആളുടെ അനുയായികളെ നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. ആ വീട്ടിലൊരു ബർക്കത്തുണ്ടോ? മറ്റൊരവിടെ ഉണ്ടെങ്കിൽ നിലനിൽക്കാൻ വയ്ക്കൂല. അതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാം. പിശാചിന്റെ സ്വാധീനമുള്ള ആളുകൾക്ക് എന്നും അൽബഖറ ഓതാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും അൽബഖറ ഓതിയാൽ ആ വ്യക്തിയിൽ ഒരു പ്രത്യേക ബർക്കത്തിറങ്ങും. ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാവില്ല.
പക്ഷേ പിശാചിന്റെ പിടുത്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിന് കഴിയുകയില്ല എന്ന് അഹമ്മദ് മുസ്തഫ. അതെന്റെ അവർക്ക് ഒരു ദിവസം ഓതാൻ കഴിയും, 2 ദിവസം ഓതാൻ കഴിയില്ല, 2 കഴിയും, 3 കഴിയില്ല. 3-ാം ദിവസം ഓതാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും കുട്ടി അപ്പുറത്തൊരു ക്ലാസ് പൊട്ടിച്ചിട്ട് അതിന്റെ മേലെ കൂടി നടന്നിട്ട് മുറിയായി. പിന്നെ ആശുപത്രിക്ക് ഓടി പറഞ്ഞു ചെന്ന് അന്ന് അവല് വക്കത്തിൽ ഐശ വരെ നടന്നില്ല. എന്തേ പിന്നിൽ മറ്റും പ്രവർത്തിക്കും. ഇത് മുടക്കി. പിന്നെ 3 ദിവസം ആശുപത്രിയിൽ നജസിൽ പരണ്ടോണ്ട് അവിടെയായി. അപ്പൊ ഈ പെണ്ണിന് തോന്നി എന്ത് ഇപ്പൊ ഈ സമയത്ത് ശരിയാവില്ല, അൽബക്കറ പറഞ്ഞാണ് ഒപ്പിച്ച് നിസ്കരിച്ച് ഒപ്പിക്കാന്നോ മറ്റേ കഴിയണില്ല. ഒരു വസ്വാസായി വസ്ത്രത്തിനെ പറ്റിയൊക്കെ 4-5 ദിവസം അങ്ങനെയാണ് പോയി. അതോടുകൂടെ ആ ചിട്ടി പോയി. ഇതിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആരുണ്ട്? പിശാചുണ്ട്. ജ്ഞാനത്തുള്ളവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ പിശാചുണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. പിശാച് ഒരിക്കലും ഖൈറ് നിലനിർത്താൻ സമ്മതിക്കൂല. ഒരു ഖൈറ് നിലനിൽക്കാൻ പിശാച് സമ്മതിക്കൂല, ഒരിക്കലും സമ്മതിക്കൂല. ഒരു ഖൈറ് ഒരാളിൽ നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് ആരെ സ്വാധീനമല്ല, പിശാചിന്റെ സ്വാധീനമല്ല. ഒരു പിശാച് ബാധ ഏറ്റ ഒരാൾ ഈ സദസ്സിൽ പങ്കെടുക്കാം. പിശാച് അവിടെ പള്ളിക്കന്റെ പുറത്ത് ഇറങ്ങിയിരുന്നിട്ടുണ്ടാവും. മുമ്പ് പോകുമ്പോൾ ചെരുപ്പിനോടുകൂടെ തോൾ കയറി തിരിച്ചു പോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വിജയം ചെയ്യും. ഒന്നും ശൈത്താൻ പോവില്ല, ശൈത്താൻ പോവില്ല. ശൈത്താനാണ് ശരിയാക്കണം, അല്ല ശൈത്താൻ പോവില്ല. പിശാച് സ്വാധീനത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഖൈറ് നിലനിർത്താൻ കഴിയില്ല. പങ്കെടുക്കാൻ കഴിയും, പേദനവാൻ കഴിയും. പിറ്റേന്ന് നാടകത്തിനും പോകും, സിനിമക്കും പോകും. തലേന്ന് പേദനവും, പിറ്റേന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്റെ പ്രകടനത്തിൽ കൂടി തോന്നിയാസം വിളിച്ചറിയാനും പോകും. രണ്ടും തന്നെ മജ്‌ലിസിനുൽ പങ്കെടുത്തുകൊണ്ട് ശൈത്താന് ദേഷ്യം ഉണ്ടാവും എന്നെ കൊണ്ട്. അപ്പൊ എന്തുണ്ടാവും? ഇന്ന് ഞാൻ കാണിച്ചു തരാന്നറിയും, മറ്റേ തിരിച്ചു കാണിച്ചു കൊടുക്കും. അതേ തൊള്ളോണ്ട് മറ്റേ വിളിക്കും, അതും കാണിച്ചു കൊടുക്കും. ശൈത്താൻ എന്നത് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ ശത്രുവാണ് പിശാച് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം. അതൊക്കെ ശ്രദ്ധിക്കുക. സുഗന്ധം ദിവസം പോപ്പിക്കുമ്പോൾ പിശാച് സ്വാഭാവികമാക്കും. മോശപ്പെട്ട സ്ഥലത്ത് തന്നെ പിശാച് സമ്മതിക്കൂല. ഇന്ന് ഇശാമാരിബിനായിരുന്നു ഖുർആനോട്. അതൊരു കുടുംബത്തിന് ഹൈഫുള്ള. അത് ദായിമായാൽ പിന്നെ തഹജ്ജുദ് നിങ്ങൾ മണിയ വെക്കണ്ട, എണീക്കും. നിങ്ങൾ അലാറം വെക്കണ്ട, അലാറത്ത് നിങ്ങൾ എണീക്കും. എന്തേ? അവിടെ ആരുണ്ടാവും? മലക്കുകളുണ്ടാവും, സാലികളാ ജിന്നുകളുണ്ടാവും. അവർ വിളിക്കും, അങ്ങനെ വിളിക്കും, എണീക്കുക. അത് അനുഭവപ്പെടുന്ന പല ആളുകളെ ഞങ്ങൾ ഇന്നലെ പോലും ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, നേരം വൈകി കിടന്നാലും സുബഹിന് മുമ്പ് എന്നെ ഒരാൾ അടിച്ചു വിളിക്കലുണ്ട്. ഇന്നലെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, എത്ര നേരം വൈകി കിടന്നാലും ഒരാൾ എന്നെ അടിച്ചു വിളിക്കും. ആളെ ഞാൻ കണ്ടിട്ടില്ല, ആളിങ്ങനെ അടിച്ചു വിളിക്കും. ഇതാരായിരിക്കും? മലക്കായിരിക്കാം, അല്ലെങ്കിൽ ജിന്നായിരിക്കാം. സ്വാലിഹങ്ങളായ ജിന്നുകൾ. അയാൾ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ജിന്ന്, സാലിയ ജിന്ന്, അല്ലെങ്കിൽ ഇയാളുമായി ബന്ധമുള്ളൊരു ജിന്ന്. നേരം പെരുങ്ങനെ കടന്നുറങ്ങണ ആ ജിന്നിന് ഇഷ്ടം ഉണ്ടാവില്ല. വിളിച്ചാൽ എണീച്ചാൽ ഇയാൾ വേഗം എന്ത് ചെയ്യും? നിസ്കരിക്കുകയും ചെയ്യും. അറിയാത്തോണ്ടാണ്. അതേ സമയത്ത് ആ വീട്ടിൽ പിശാചിന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പിശാച് എന്താ പറയാ? അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ ഫർഖുദ്. പിശാചിനാണ് അയാളിലോ ആ വീട്ടിലോ സ്വാധീനമെങ്കിൽ ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളോടോ വീട്ടുകാരോടോ എപ്പോഴും പിശാച് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കും, അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാകട്ടെ. അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാവട്ടെ. അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാവട്ടെ. ഫർഖുദ്, നീ ഉറങ്ങിക്കോ. ആര് പറയും? പിശാച് പറയും. എണീക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചില വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മുറിയിൽ കിടന്നാൽ സുബഹിക്ക് എണീക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചില മുറിയിൽ വളരെ എളുപ്പമായിരിക്കും. എന്ത്? ആ മുറിയിൽ ആരെ സ്വാധീനം ഉണ്ടാവും? ശൈത്താന്റെ. അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രിയാവട്ടെ എന്ന് പിശാച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തേ? പിശാചിന്റെ സ്വാധീനമാണ്. ചില ആളുകൾക്ക് എന്ത് നന്മ ചെയ്യാനും കഴിയും, പക്ഷേ കട്ടിലിരുന്നിട്ട് 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഫലക്ക് നാസോദി തടി തടവാൻ കഴിയില്ല. എന്തിനും കഴിയും, അവിടുക്കാൻ എത്തിയാൽ കഴിയില്ല. അവിടുക്കളെത്തിയാൽ ഉറക്കട് പോരും, കടന്നേ പോണം. ആ കടന്നിട്ട് അങ്ങനെ കടന്നാണ്ട്
ഒരു 2, 3, 4 മൊബൈലൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടാവില്ല. അതായത് കട്ടിൽ വന്നിരുന്നു, നീ കൈ ഇങ്ങനെ പിടിക്കണം, എന്നിട്ടോ ഒരു ഇഖ്ലാസ്, ഒരു ഫലക്ക്, ഒരു നാസ്, എന്നിട്ട് തടിയാകെ തടയുക. പിന്നെ കൈ അങ്ങനെ കൂട്ടിപ്പിടിക്കുക. ആ ഇഖ്ലാസും ഫലക്കും നാസും തടിയാകെ തടയുക. പിന്നെ ഇന്നലെ ചെയ്തവർക്ക് കൈപ്പൊക്കാം. ചെയ്യാത്തവരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും ചെയ്യും. അത് ചെയ്യാതെ ഇനി ഒരാൾ വന്നാൽ ക്ലാസ്സിൽ പ്രവേശനം ഉണ്ടാവില്ല. ഇത് കിടന്നുറങ്ങുമ്പോൾ ചെയ്തില്ല സൂൽ ഖാത്തിമ ചത്തുപോകും. ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചത്ത് പോവും, സൂൽ ഖാത്തിമ ഉണ്ടാവും. ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ദിക്റില്ലെങ്കിൽ ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ സൂൽ ഖാത്തിമ ചീത്ത മരണം ഉണ്ടാവും. നമുക്ക് ചില അടിസ്ഥാനങ്ങളില്ലേ, അത് ചെയ്യാതെ വന്നാൽ നമുക്ക് എന്ത് വിലയുള്ളത്? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ അങ്ങോട്ട് പാഞ്ഞു വരണ്ട, വെറുതെ പാഞ്ഞു പിടക്കാർക്കും വരണ്ട. ക്ലാസ്സിൽ വരുമ്പോ അതിന് ചില അദബുകൾ സൂക്ഷിക്കണം. അത് പഠിച്ചില്ല, ആ ഭാഗത്തേക്ക് ശൈത്താൻ എത്തിച്ചില്ല, ശൈത്താൻ തടഞ്ഞു. ഒരു മനുഷ്യ ചില ആളുകൾ എന്തിനും പങ്കെടുക്കും, അത് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അന്ന് നേരം വെളുക്കുന്നവരെ ദിമ്മത്താണ്, അള്ളാന്റെ റസൂലിന്റെ ഉത്തരവാദിത്തം, എന്നെ പിശാച് തൊടൂല. അങ്ങനെ ചെയ്ത് ഉറങ്ങിയവന് അള്ളാന്റെ റസൂലിന്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. നേരം വെളുക്കുന്നവനെ തടി തൊടൂല. ആര് തൊടൂല? ശൈത്താൻ തൊടൂല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്.